ഡൽഹിയിലെ മന്ത്രി രാജ്കുമാർ ആനന്ദ് ഇന്നലെ രാജിവെച്ചു. പ്രാഥമിക അംഗത്വം അത് ഉപേക്ഷിച്ചു. യഥാർത്ഥ ഒരു ഇ ഡി പേടിയാണെന്നാണല്ലോ ആം ആദ്മി പാർട്ടി പറയുന്നത്. ശരിക്കും ഈ മുഖ്യമന്ത്രി അകത്ത് കിടക്കുന്ന സമയത്ത് ഈ പുറത്ത് കിടക്കുന്ന മന്ത്രിമാരൊക്കെ ഒന്നൊന്നായി പൊഴിഞ്ഞു പോകുന്നതാണ് ആം ആദ്മി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ. ആണ് എസ് കെ എൻ. കാരണം ഈ പാളയത്തിൽ പടയില്ലെങ്കിൽ ഈ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നിലവിലുള്ള സാഹചര്യത്തിൽ പ്രതിരോധം മുന്നോട്ട് വയ്ക്കാനായിട്ട് വളരെ എളുപ്പമായിട്ട് സാധിക്കും. ആദ്യം ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബിൽ നിന്നുള്ള MP രാജിവെക്കുന്നു, അതിനുശേഷം ഈ രാജ്കുമാർ രാജിവെക്കുന്നു. ആ വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ആം ആദ്മി നടത്തുന്ന ഈ പ്രതിരോധം അതിനെ പാർട്ടിക്കുള്ളിൽ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്ക് കാര്യം എത്തിയിരിക്കുന്നു. രാജ്കുമാർ പറയുന്നത് ആം ആദ്മിക്കുള്ളിൽ വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്നു എന്നുള്ളതാണ്. അതൊരു സുവോമോട്ടോ പ്രസ്താവന ആയതുകൊണ്ട് തന്നെ ആം ആദ്മി കോടതിയിലടക്കം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അഥവാ അരവിന്ദ് കെജ്രിവാൾ അടക്കം ഉന്നയിക്കുന്ന പ്രതിരോധങ്ങളിൽ ED അടക്കം ഈ ഒരു വാദം അത് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് നൽകുന്നത്. ഈ ആം ആദ്മി പാർട്ടിയിലെ ഇപ്പോഴത്തെ ഈ രാജ്കുമാർ ആനന്ദ് മാത്രമല്ല, ആം ആദ്മി പാർട്ടിയിലെ ചില MP-മാരുടെ പരസ്യമായിട്ടുള്ള രംഗത്തില്ലായ്മ കൂടി ഇപ്പോൾ പാർട്ടിയെ അലട്ടുന്നുണ്ട്. അത് അടക്കമുള്ള കാര്യങ്ങളെ പരിശോധിക്കാനായിട്ട് ആം ആദ്മി പാർട്ടി തയ്യാറെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അടക്കമുള്ളവ ഇന്ന് ചേരുന്ന ആം ആദ്മി പാർട്ടിയുടെ ഉന്നത അധികാര യോഗം വിലയിരുത്താനായിട്ട് പോവുകയാണ്. ഏത് വിധത്തിലാണ് ഈ രാഷ്ട്രീയ പ്രതിരോധം കൂടുതൽ ശക്തമാക്കേണ്ടത് എന്നതാണ് ആം ആദ്മി പാർട്ടി തീരുമാനിക്കാൻ പോകുന്നത്. ആം ആദ്മി പാർട്ടി പറയുന്നത് ഈ രാജ്കുമാറിൻ്റെ രാജി അത് ED പേടിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് പല വിധത്തിലും സമ്മർദ്ദത്തിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിരവധി ആളുകളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവരിൽ ചിലർ വഴങ്ങുന്നത് അത് സ്വാഭാവികമാണ് എന്നതടക്കമുള്ള ന്യായങ്ങളാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിരോധവും പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതിയിൽ അടക്കം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വേഗത്തിൽ കേട്ടില്ലെങ്കിലും ഈ കേസിൽ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാകും, അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്. എസ് കെ. താങ്ക് യു രാധാകൃഷ്ണൻ. ഒരിക്കൽ കൂടി ഡൽഹിയിലെ മലയാളി സുഹൃത്തുക്കൾക്കും ഉത്തരേന്ത്യയിലെ മറ്റ് പ്രേക്ഷകർക്കും നമ്മുടെ ഈദ് ആശംസകൾ. ഈദ് മുബാറക്.